Hello, dear students, welcome to Teach English. 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. കൊളംബിയൻ എഴുത്തുകാരനായ ഗബ്രിയേല് ഗാർസിയ മാർക്കേസ് മാജിക്കൽ റിയലിസം എന്ന സാഹിത്യരൂപത്തിൽ രചിച്ച ഒരു ചെറുകഥയാണിത്. ഇനി എഴുത്തുകാരനെയും മാജിക്കൽ റിയലിസത്തെയും കുറിച്ച് ചുരുക്കി പറയാം. Gabriel Garcia Marquez, 1927–2014. Marquez was a famous Colombian novelist and one of the greatest writers of the 20th century. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് പ്രശസ്ത കൊളംബിയൻ നോവലിസ്റ്റും 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളുമായിരുന്നു. He won the Nobel Prize for Literature in 1982. 1982-ലാണ് അദ്ദേഹം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. His most famous books include Love in the Time of Cholera, No One Writes to the Colonel, and 100 Years of Solitude. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിൽ ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദി കേണൽ, 100 Years ഓഫ് സോളിറ്റ്യൂഡ് എന്നിവ ഉൾപ്പെടുന്നു. He is one of the best-known Latin American writers in the world. ലോകത്തിലെ ഏറ്റവുറിയപ്പെടുന്ന ലാറ്റിനമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. Marquez is famous for using a style called magical realism, where he mixes real-life situations with magical or strange events. മാജിക്കൽ റിയലിസം എന്ന ശൈലി ഉപയോഗിക്കുന്നതിലൂടെയാണ് മാർക്വേസ് പ്രശസ്തനായത്. These magical parts are told in a normal, everyday way, helping readers see deeper truths about life, society, and human emotions. തന്റെ രചനകളില് അദ്ദേഹം യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെ അമാനുഷികവും അതിഭാവുകത്വം നിറഞ്ഞതുമായ സംഭവങ്ങളുമായി കൂട്ടിക്കലർത്തി വിവരിക്കുന്നു. Let's log in. There is no sun without shadow. It is essential to know the night. Albert Camus. ആൽബർട്ട് കാമു എന്ന ഫ്രഞ്ച് തത്വചിന്തകന്റെ വരികളാണിവിടെ നൽകിയിരിക്കുന്നത്. ഇത് കൊണ്ടർത്ഥമാക്കുന്നതെന്താണെന്ന് നോക്കാം. The quote reminds us that life is a mix of both joy and sorrow, and we can only truly value the good times when we have faced the bad ones. ജീവിതം സുഖദുഃഖ സമ്മിശ്രിതമാണെന്നും മോശം സമയങ്ങളെ നേരിടുമ്പോൾ മാത്രമേ നമുക്ക് നല്ല സമയങ്ങളെ ശരിക്കും വിലമതിക്കാൻ കഴിയൂ എന്നും ഈ ക്വോട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. Just like a shadow exists because of sunlight, bad times help us understand and appreciate the good times better. സൂര്യപ്രകാശമുള്ളതുകൊണ്ടാണ് നിഴൽ ഉണ്ടാകുന്നത് എന്ന പോലെ മോശം സമയങ്ങൾ, അതായത് പ്രയാസം നിറഞ്ഞ നാളുകള്, നല്ല സമയങ്ങളെ നന്നായി മനസ്സിലാക്കാനും വിലമതിക്കാനും നമ്മെ സഹായിക്കുന്നു. ഇനി ഈ ക്വോട്ടിനു താഴെ നൽകിയ ചോദ്യങ്ങൾക്കുത്തരം എങ്ങനെ എഴുതുമെന്ന് നോക്കാം. 1. What do you think sun and shadow mean in the context? ഈ കോണ്ടെക്സ്റ്റില് സൂര്യൻ, നിഴൽ എന്നിവ എന്താണ് അർത്ഥമാക്കുന്നത്? The sun means good times or happiness, and the shadow means problems or difficulties. സൂര്യൻ എന്നാൽ നല്ല സമയത്തെയും സന്തോഷത്തെയും അർത്ഥമാക്കുന്നു. നിഴൽ എന്നാൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. 2. What does the night represent? രാത്രി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? The night represents dark or difficult times in life. രാത്രി ജീവിതത്തിലെ ഇരുണ്ടതോ പ്രയാസകരമോ ആയ സമയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 3. How are good times and bad times related to each other? നല്ല സമയങ്ങളും മോശം സമയങ്ങളും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? We understand and value good times only because we also experience bad times. മോശം സമയങ്ങൾ അനുഭവിക്കുന്നതിനാൽ മാത്രമാണ് നമ്മൾ നല്ല സമയങ്ങളെ മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നത്. Let's read and reflect. Kindness and empathy are essential qualities in our world. ദയയും സഹാനുഭൂതിയും നമ്മുടെ ലോകത്ത് അനിവാര്യമായ 2 ഗുണങ്ങളാണ്. These spread light and hope even in the darkest times. ദുഃഖവും പ്രയാസവുമുണ്ടാകുന്ന സമയങ്ങളിൽ പോലും ഇവ വെളിച്ചവും പ്രത്യാശയും പകരുന്നു. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. വ്യത്യസ്തരായി കാണപ്പെടുന്നവരെ, പ്രത്യേകിച്ച് ദുർബലരും അശരണരുമായവരെ ഒറ്റപ്പെടുത്താൻ നമ്മുടെ സമൂഹം തുനിയുന്നു. We may not always realize that even small acts of compassion can have a significant impact on many lives. കാരുണ്യത്തിന്റെ ചെറിയ പ്രവൃത്തികൾക്ക് പോലും പല ജീവിതങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമുക്കെല്ലായ്പ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞെന്നുവരില്ല. A very old man with enormous wings. Gabriel Garcia Marquez. The light was weak, even at noon. ഉച്ചയ്ക്ക് പോലും വെളിച്ചം കുറവായിരുന്നു. When Pelayo was coming back to the house,
It was hard for him to see what was moving and groaning in the rear of the courtyard. പെലായോ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ മുറ്റത്തിന്റെ അങ്ങേയറ്റത്ത് എന്താണ് ചലിക്കുന്നതെന്നും ഞരങ്ങുന്നതെന്നും കാണാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. He had to go very close to see that it was an old man, a very old man. അത് ഒരു വളരെ പ്രായം ചെന്ന ഒരു വൃദ്ധനാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് വളരെ അടുത്തേക്ക് പോകേണ്ടിവന്നു. The man was lying face down in the mud. ആ മനുഷ്യൻ ചെളിയിൽ മുഖം കുത്തിക്കിടക്കുകയായിരുന്നു. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. എത്ര ശ്രമിച്ചിട്ടും അയാൾക്കെഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ വലിയ ചിറകുകൾ അതിനു തടസ്സമായി നിന്നു. എംപീഡഡ് എന്നാൽ തടസ്സപ്പെടുത്തുക, തടയുക എന്നൊക്കെയാണർത്ഥം. Frightened by the sight, Pelayo ran to get Elisenda, his wife. ആ കാഴ്ച കണ്ട് ഭയന്ന പെലായോ തന്റെ ഭാര്യ എലിസണ്ടയെ കൂട്ടിക്കൊണ്ടുവരാനോടി. കൂട്ടിക്കൊണ്ടുവരാൻ ഓയിട്ടി. She was putting compresses on their sick child. അവൾ അവരുടെ രോഗിയായ കുട്ടിയുടെ ശരീരത്തിൽ കട്ടിയുള്ള തുണികൊണ്ട് പ്രസ് ചെയ്തു കൊടുക്കുകയായിരുന്നു. കോംപ്രസ് എന്നാൽ വേദന കുറയ്ക്കാനായി ശരീരത്തിലിടുന്ന കട്ടിയുള്ള വസ്ത്രം. He took her to the rear of the courtyard. അയാൾ അവളെ മുറ്റത്തിന്റെ അറ്റത്തേക്ക് കൊണ്ടുപോയി. They both looked at the fallen body. വീണുകിടക്കുന്ന ആ ശരീരത്തിലേക്ക് അവർ രണ്ടുപേരും നോക്കി. The man was dressed like a rag picker. അയാള് പഴന്തുണിക്കഷണം പെറുക്കി വിൽക്കുന്നയാളെപ്പോലെ വസ്ത്രം ധരിച്ചിരുന്നു. റാഗ് പിക്കർ ഇസ് വൺ ഹൂ കളക്ട്സ് ആൻഡ് സെൽസ് ഓൾഡ് ക്ലോത്ത്സ്. പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ചു വിൽക്കുന്നയാള്. There were only a few faded hairs left on his bald skull, and very few teeth in his mouth. അയാളുടെ കഷണ്ടിത്തലയിൽ കുറച്ച് മങ്ങിയ രോമങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. വായിൽ വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. His pitiful condition seemed that of a drenched great-grandfather. അയാളുടെ ദയനീയമായ അല്ലെങ്കിൽ പരിതാപകരമായ അവസ്ഥ നനഞ്ഞുകുതിർന്ന മുതുമുത്തച്ഛൻ്റെതുപോലെ തോന്നിച്ചു. This took away any sense of grandeur he might have had. ഇത് അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കാവുന്ന എല്ലാ പ്രതാപത്തെയും മഹത്വത്തെയും ഇല്ലാതാക്കി. ഗ്രാൻഡർ എന്നാൽ പ്രതാപം അല്ലെങ്കിൽ ഐശ്വര്യം. His huge buzzard wings, dirty and half-plucked, were entangled in the mud. അയാളുടെ വൃത്തികെട്ടതും പകുതിയടർന്നതുമായ ഇരപിടിയന് പക്ഷിയുടേതുപോലെയുള്ള വലിയ ചിറകുകൾ ചെളിയിൽ പുതഞ്ഞുകിടക്കുകയായിരുന്നു. ബസേർഡ് എന്നാൽ എ ലാർജ് ബേർഡ് ഓഫ് പ്രേ, അതായത് വലിയ ഇരപിടിയന് പക്ഷി. അൻതാങ്കിൾഡ് എന്നാൽ കുടുങ്ങിക്കിടക്കുക, അകപ്പെടുക എന്നൊക്കെയർത്ഥം. They looked at him so long and so closely, that Pelayo and Elisenda very soon overcame their surprise. പെലായോയും എലിസണ്ടയും വളരെ നേരം അവനെ അടുത്തുനിന്നു നോക്കി. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അത്ഭുതം മറികടന്നു. In the end they found him familiar. ഒടുവിൽ അവനെ പരിചിതനായി അവർ തോന്നി. കുറെ നേരം നോക്കി നിന്നപ്പോൾ ആദ്യം തോന്നിയ അപരിചിതത്വം ഇല്ലാതായി എന്നർത്ഥം. Then they dared speak to him. പിന്നെ അവർ അവനോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. He answered in an incomprehensible dialect with a strong sailor's voice. ശക്തനായ ഒരു നാവികന്റെ ശബ്ദത്തോടെ അയാൾ അവർക്കറിയാത്ത ഭാഷയിൽ ഉത്തരം നൽകി. Incomprehensible dialect എന്നാൽ unknown language. They concluded that he was a lonely castaway from some foreign ship, wrecked by the storm. കൊടുങ്കാറ്റിൽ തകർന്ന ഏതോ വിദേശ കപ്പലിൽ നിന്ന് ഒറ്റയ്ക്ക് കരക്കടിഞ്ഞവനാണയാളെന്ന് അവർ അനുമാനിച്ചു. കാസ്റ്റവേ എന്നാൽ കപ്പലപകടത്തിൽപ്പെട്ട് തീരത്തടിഞ്ഞവന്. Then they called in a neighbor woman to see him. പിന്നെ അവർ തങ്ങളുടെ അയൽക്കാരിയായ ഒരു സ്ത്രീയെ അവനെ കാണാനായി അങ്ങോട്ട് വിളിച്ചു. All she needed was one look to show them their mistake. അവർക്കു പറ്റിയ അബദ്ധം കാണിച്ചുകൊടുക്കാൻ അവൾക്ക് ഒരു നോട്ടം മാത്രമേ ആവശ്യമായി വന്നുള്ളൂ. He's an angel, she told them. അവൻ ഒരു മാലാഖയാണ്, അവൾ അവരോട് പറഞ്ഞു. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. അവൻ നിങ്ങളുടെ കുട്ടിയെ തേടി വന്നതായിരിക്കണം, പക്ഷേ ആ പാവം വളരെ പ്രായമുള്ളവനായതിനാൽ മഴ അവനെ വീഴ്ത്തിക്കളഞ്ഞു. On the following day everyone knew that a flesh and blood angel was held captive in Pelayo's house. പിറ്റേന്ന് പെലായോയുടെ വീട്ടിൽ മാംസവും രക്തവുമുള്ള ഒരു മാലാഖ ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞു. Pelayo watched over him all afternoon from the kitchen, armed with his bailiff's club. കയ്യിലൊരു വടിയും പിടിച്ചു പെലായോ അന്നുച്ച കഴിഞ്ഞ് മുഴുവൻ സമയവും അടുക്കളയിൽ നിന്ന് അയാളെ നിരീക്ഷിച്ചു. ബേലഫ് എന്നാൽ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്. അയാളുടെ കയ്യിലുള്ള വടിയാണ് ബേലഫ് ക്ലബ്. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് പെലായോ അയാളെ ചെളിയിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കോഴിക്കൂട്ടിൽ കോഴികളോടൊപ്പം പൂട്ടിയിട്ടു.
A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലെ രോഗിയായ കുട്ടി പനി മാറി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെയുണർന്നു. Then they felt magnanimous. പിന്നെ അവർക്ക് ഉദാരമനസ്കത തോന്നി. മാഗ്നാനമസ് എന്നാൽ ഔദാര്യമുള്ള, മഹാമനസ്കതയുള്ള എന്നർത്ഥം. They decided to put the angel on a raft with fresh water and provisions for 3 days, and leave him to his fate on the high seas. മാലാഖയെ ഒരു ചങ്ങാടത്തിൽ കയറ്റി അയാൾക്കുപയോഗിക്കാന് 3 ദിവസത്തേക്കുള്ള ശുദ്ധജലവും ഭക്ഷണവും നൽകി കടലിൽ അയാളുടെ വിധിക്ക് വിടാൻ അവർ തീരുമാനിച്ചു. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. എന്നാൽ പിറ്റേന്ന് പുലർച്ചെ അവർ മുറ്റത്തേക്ക് പോയപ്പോൾ കോഴിക്കൂട്ടിനു മുന്നിൽ തങ്ങളുടെ അയൽപക്കം മുഴുവന് മാലാഖയെ കണ്ടാസ്വദിക്കുന്നത് അവർ കണ്ടു. The visitors were tossing him things to eat through the openings in the coop. സന്ദർശകർ കോഴിക്കൂടിന്റെ വിടവുകളിലൂടെ അയാൾക്ക് കഴിക്കാനു വേണ്ടി ഓരോന്ന് എറിഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു. It was as if he weren't a supernatural creature but a circus animal. അയാളൊരു അമാനുഷിക ജീവിയല്ല, മറിച്ച് ഒരു സർക്കസ് മൃഗമാണെന്ന പോലെയായിരുന്നു അത്. The news of the captive angel spread with great rapidity. തടവിലാക്കപ്പെട്ട മാലാഖയെക്കുറിച്ചുള്ള വാർത്ത വളരെ വേഗം പരന്നു. After a few hours, the courtyard had the bustle of a marketplace. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മുറ്റത്ത് ഒരു ചന്തയിലെ തിരക്കനുഭവപ്പെട്ടു. The couple had to call in troops to disperse the mob. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ദമ്പതികൾക്ക് സൈന്യത്തെ വിളിക്കേണ്ടിവന്നു. They got the idea of fencing in the yard, and charging 5 cents for admission to see the angel. മുറ്റത്ത് വേലി കെട്ടി മാലാഖയെ കാണാനുള്ള പ്രവേശനത്തിന് 5 സെന്റ് ഈടാക്കുകയെന്ന ആശയം അവരിലുദിച്ചു. The curious came from far away. മാലാഖയെ കാണാന് കൗതുകം തോന്നിയവര് വളരെ ദൂരെ നിന്നും വന്നു. The most unfortunate invalids on earth came in search of health. ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ രോഗികൾ ആരോഗ്യം തേടിയെത്തി. എൻവാലിഡ് എന്നാൽ രോഗം കൊണ്ടോ പരുക്കുകൊണ്ടോ വൈകല്യം വന്നവരാണ്. Pelayo and Elisanda were happy with fatigue. പെലായോയും എലിസണ്ടയും ക്ഷീണിതരെങ്കിലും സന്തുഷ്ടരായിരുന്നു. In less than a week they had crammed their rooms with money. ഒരു ആഴ്ചയ്ക്കുള്ളിൽ പണം കൊണ്ടവരുടെ മുറികൾ നിറഞ്ഞിരുന്നു. Still the line of pilgrims, waiting their turn to enter, reached beyond the horizon. അപ്പോഴും അകത്തേക്ക് കടക്കാൻ ഊഴം കാത്തുനിന്ന തീർത്ഥാടകരുടെ നിര ചക്രവാളത്തിനപ്പുറത്തേക്ക് എത്തി. The angel was the only one who took no part in his own act. സ്വന്തം കാര്യത്തിൽ പങ്കുചേരാതിരുന്ന, അല്ലെങ്കിൽ താൽപര്യം കാണിക്കാതിരുന്ന ഒരേയൊരാള് മാലാഖയായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. തനിക്ക് താൽക്കാലികമായി ലഭിച്ച കൂട്ടിൽ ആശ്വാസം കണ്ടെത്താന് ശ്രമിച്ചുകൊണ്ട് അയാള് സമയം കളഞ്ഞു. At first, they tried to make him eat some mothballs. ആദ്യം അവർ അയാളെക്കൊണ്ട് പ്രാണികളെ കൊല്ലാനുപയോഗിക്കുന്ന നാഫ്തലീന് ഗുളികൾ കഴിപ്പിക്കാൻ ശ്രമിച്ചു. മോത്ത്ബോൾ എന്നാൽ കീടങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ സംരക്ഷിക്കാനുപയോഗിക്കുന്ന നാഫ്തലീന് ഗുളികയാണ്. But he ate nothing but eggplant mush. പക്ഷേ അയാള് വഴുതനങ്ങ തോരന് മാത്രമേ കഴിച്ചുള്ളൂ. എഗ് പ്ലാന്റ് മഷ് എന്നാല് വഴുതനങ്ങ വേവിച്ചു മസാലയും ഉള്ളിയുമെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. His only supernatural virtue seemed to be patience. അയാളുടെ ഒരേയൊരു മാനുഷിക ഗുണം ക്ഷമ മാത്രമായിരുന്നു. He was quite patient when the hens pecked at him, searching for the parasites in his wings. ചിറകുകളിലെ പാരസൈറ്റുകളെ ചികഞ്ഞ് കോഴികൾ അവനെ കൊത്തിയപ്പോൾ മാലാഖ വളരെ ക്ഷമ കാണിച്ചു. He was patient again when the cripples pulled out his feathers to touch their limbs with. അദ്ഭുത രോഗശമനം പ്രതീക്ഷിച്ച് മാലാഖയുടെ തൂവലുകൾ പറിച്ചെടുത്ത് മുടന്തന്മാര് തങ്ങളുടെ കൈകാലുകളിൽ തൊടാൻ ശ്രമിച്ചപ്പോഴും അയാൾ ക്ഷമ കാണിച്ചു. He remained patient when even the most merciful threw stones at him. ഏറ്റവും കരുണയുള്ളവര് പോലും അവനെ കല്ലെറിഞ്ഞപ്പോഴും അവൻ ക്ഷമിച്ചു. After all, they were only trying to get him to rise so that they could see him standing. എന്തെല്ലാമായാലും അവൻ നിൽക്കുന്നത് കാണാൻ വേണ്ടി അവനെ എഴുന്നേൽപ്പിക്കാൻ മാത്രമാണ് അവർ ശ്രമിച്ചത്. It so happened that during those days there arrived in the town a traveling show. ആ ദിവസങ്ങളിൽ പട്ടണത്തിൽ ഒരു സഞ്ചരിക്കുന്ന ഒരു ഷോ എത്താനിടയായി. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. പൊടുന്നനെയുള്ള ഒരു ഇടിമിന്നലില് ചിലന്തിയായി മാറിയ ഒരു സ്ത്രീയായിരുന്നു ആ ഷോയിലെ പ്രധാന ആകർഷണം. The admission fee to see her was less than the fee to see the angel. അവളെ കാണാനുള്ള പ്രവേശന ഫീസ് മാലാഖയെ കാണാനുള്ള ഫീസിനേക്കാൾ കുറവായിരുന്നു. So, the people flocked to see her. അതിനാൽ അവളെ കാണാൻ ആളുകൾ തടിച്ചുകൂടി.
They were also permitted to ask her all manner of questions about her absurd state. അവളുടെ അസംബന്ധമായ ആ അവസ്ഥയെക്കുറിച്ച് എല്ലാത്തരം ചോദ്യങ്ങളും അവളോട് ചോദിക്കാനും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. The owners of the house had no reason to lament. എങ്കിലും ഈ വീട്ടുടമസ്ഥർക്ക് ദുഃഖിക്കേണ്ട കാരണമൊന്നുമില്ലായിരുന്നു. With the money they saved, they built a 2-story mansion with balconies and gardens. അവർ ലാഭിച്ച പണം കൊണ്ട് ബാൽക്കണികളും പൂന്തോട്ടങ്ങളുമുള്ള ഒരു ഇരുനില മാളിക ഉണ്ടാക്കി. It also had high netting so that crabs wouldn't get in during the winter, and iron bars on the windows so that angels wouldn't get in. ശൈത്യകാലത്ത് ഞണ്ടുകൾ അകത്തു കടക്കാതിരിക്കാൻ മേൽത്തരം വലയും മാലാകമാർ അകത്തു കടക്കാതിരിക്കാൻ ജനാലകളിൽ ഇരുമ്പഴികളും ആ വീടിനുണ്ടായിരുന്നു. Pelayo also set up a rabbit warren, and gave up his job as a bailiff for good. പെലായോ മുയലുകളെ വളർത്താനു പറ്റിയ ഒരു സ്ഥലമൊരുക്കുകയും ബെയിലിഫ് എന്ന തന്റെ ജോലി എന്നേക്കുമായി ഉപേക്ഷിക്കുകയും ചെയ്തു. Elisanda bought some satin pumps with high heels, and many dresses of iridescent silk. എലിസണ്ട ഹൈ ഹീൽസ് ഉള്ള ഏതാനും സാറ്റിൻ ഷൂകളും വർണ്ണാഭമായ ധാരാളം സിൽക്ക് വസ്ത്രങ്ങളും വാങ്ങി. ഈ പാരഗ്രാഫില് 3 പുതിയ വാക്കുകളുണ്ട്. റാബിറ്റ് വാറൻ മുയലുകളെ വളർത്താനുള്ള ഇടമാണ്. പംപ്സ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഉയർന്ന ഹീലുകളുള്ള ഷൂ. ഇറഡസന്റ് എന്ന വാക്കിനർത്ഥം വർണ്ണാഭമായ. The chicken coop was the only thing that didn't receive any attention. ഒരു ശ്രദ്ധയും കിട്ടാതെ പോയത് കോഴിക്കൂടിന് മാത്രമാണ്. The dung heap stench from the coop was turning the new house into an old one. കോഴിക്കാട്ടത്തിന്റെ ദുർഗന്ധം പുതിയ വീടിനെ പഴയ വീടാക്കി മാറ്റുകയായിരുന്നു. At first, when the child learned to walk, they were careful that he did not get too close to the coop. ആദ്യം കുട്ടി നടക്കാൻ പഠിച്ചപ്പോൾ അവന് കോഴിക്കൂടിന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. But then they began to lose their fears, and got used to the smell. പിന്നീട് അവർക്ക് തങ്ങളുടെ പേടി തീരുകയും ആ ഗന്ധവുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. Before the child got his second teeth, he'd gone inside the chicken coop to play, as the wires were falling apart. കൂടിന്റെ കമ്പി അടർന്നുപോയതിനാൽ കുട്ടിക്ക് രണ്ടാമത്തെ പല്ലുകൾ വരുന്നതിനുമുമ്പ് തന്നെ അവൻ കോഴിക്കൂട്ടിനുള്ളിൽ കളിക്കാൻ പോയി. They both came down with the chicken pox at the same time. രണ്ടുപേരും, അതായത് കുട്ടിയും മാലാകയും ഒരേ സമയം ചിക്കൻ ബോക്സ് വന്നു കിടപ്പിലായി. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. കുട്ടിയെ പരിചരിച്ച ഡോക്ടർക്ക് മാലാകയുടെ ഹൃദയത്തിന്റെ മിടിപ്പ് കേൾക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല. He found so much whistling in the heart, and so many sounds in the kidneys. ഹൃദയത്തിൽ നിന്നും വളരെയധികം വിസില് ശബ്ദവും വൃക്കകളിൽ നിന്നും നിരവധി ശബ്ദങ്ങളും അദ്ദേഹം കേട്ടു. What surprised him most, however, was the logic of his wings. എങ്കിലും അദ്ദേഹത്തെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് മാലാകയുടെ ചിറകുകളുടെ യുക്തിയായിരുന്നു. They seemed so natural on that completely human organism. പൂർണ്ണമായും മനുഷ്യന്റേതായ ആ ശരീരത്തിൽ ആ ചിറകുകള് വളരെ സ്വാഭാവികമായി അയാൾക്ക് തോന്നി. He couldn't understand why other people didn't have them too. മറ്റുള്ളവർക്ക് അത്തരം ചിറകുകളില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. When the child began school, the sun and rain had caused the collapse of the chicken coop. കുട്ടി സ്കൂളില് പോകാന് തുടങ്ങിയപ്പോൾ വെയിലും മഴയും കാരണം കോഴിക്കൂട് തകർന്നു. The angel went dragging himself about here and there, like a stray dying man. ദുർബലനായ മാലാക മരണമടുത്ത വീടില്ലാത്ത ആളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസപ്പെട്ടു നീങ്ങി. He seemed to be in so many places at the same time. അവൻ ഒരേ സമയം പല സ്ഥലങ്ങളിലാണെന്ന് തോന്നി. അതായത് ഒരിടത്ത് അയാൾക്കിരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല എന്നർത്ഥം. He could scarcely eat, and his eyes had also become so foggy that he went about bumping into posts. അവന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ കാഴ്ച മങ്ങിയതിനാൽ അവൻ തൂണുകളിൽ ചെന്നിടിച്ചു. Pelayo threw a blanket over him and let him sleep in the shed. പെലായോ അവനെ ഷെഡിൽ ഉറങ്ങാൻ അനുവദിക്കുകയും അവന്റെ ശരീരത്തിൽ ഒരു പുതപ്പിട്ടുകൊടുക്കുകയും ചെയ്തു. Only then did they notice that he had a temperature at night. രാത്രിയിൽ അവന് പനിയുണ്ടായിരുന്നെന്ന് അവർ ശ്രദ്ധിച്ചതപ്പോഴാണ്. They became alarmed, for they thought he was going to die. അവൻ മരിക്കാന് പോകുകയാണെന്ന് കരുതി അവർ പരിഭ്രാന്തരായി. And yet he not only survived his worst winter, but seemed improved with the first sunny days. എന്നിട്ടും അവൻ തന്റെ ഏറ്റവും മോശം ശൈത്യകാലത്തെ അതിജീവിച്ചുവെന്നു മാത്രമല്ല, വെയിലുള്ള ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കകം കൂടുതൽ മെച്ചപ്പെട്ടതായി തോന്നിപ്പിച്ചു. He remained motionless for several days in the farthest corner of the courtyard.
മുറ്റത്തിന്റെ ഏറ്റവും ദൂരെയുള്ള മൂലയിൽ അവൻ ദിവസങ്ങളോളം അനങ്ങാതെ നിന്നു. At the beginning of December, some large, stiff feathers began to grow on his wings. ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ അവന്റെ ചിറകുകളിൽ വലിയ ദൃഢമായ ചില തൂവലുകൾ വളരാൻ തുടങ്ങി. They looked like the feathers of a scarecrow. അവ ഒരു സ്കെയർക്രോയുടെ തൂവലുകൾ പോലെ കാണപ്പെട്ടു. വിളയുള്ള പാടത്ത് പക്ഷികളെകറ്റാന് കമ്പുകളും പഴയ വസ്ത്രങ്ങളുമുപയോഗിച്ച് ഉണ്ടാക്കിവെക്കുന്ന രൂപങ്ങളാണ് സ്കെയർക്രോ. അവന്റെ തൂവലുകൾ പരുക്കനും വൃത്തികെട്ടതും ഒരേ വലിപ്പമില്ലാത്തതുമായിരുന്നു എന്നാണുദ്ദേശിക്കുന്നത്. One morning, Elisanda was cutting some bunches of onions for lunch when a wind blew into the kitchen. ഒരു ദിവസം രാവിലെ എലിസണ്ട ഉച്ചഭക്ഷണമുണ്ടാക്കാനായി കുറച്ച് ഉള്ളി മുറിച്ചിടുമ്പോൾ അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശി. Then she went to the window and found the angel in his first attempts at flight. അപ്പോൾ അവൾ ജനാലയ്ക്കരികിലേക്ക് പോവുകയും പറക്കാനുള്ള ആദ്യ ശ്രമങ്ങളിൽ മുഴുകിയ മാലാഖയെ കാണുകയും ചെയ്തു. These were so clumsy that he was on the point of knocking the shed down, as he couldn't get a grip on the air. വായുവിൽ ബാലൻസ് കിട്ടാത്തതിനാൽ അവൻ ഷെഡ് ഇടിച്ചു വീഴ്ത്താൻ വരെ പോയി. ആ നിലക്ക് ആ ശ്രമങ്ങൾ തീരെ വിലക്ഷണമായിരുന്നു. But then, he did manage to gain altitude. പക്ഷേ പിന്നീട് അയാൾക്ക് ഉയരത്തിലെത്താൻ കഴിഞ്ഞു. Elisanda let out a sigh of relief, for herself and for him, when she watched him pass over the last houses. അവൻ അവസാനത്തെ വീടുകൾക്കു മുകളിലൂടെ പറന്നുപോകുന്നത് കണ്ടപ്പോൾ എലിസണ്ട തനിക്കും അവനുമായി ആശ്വാസം കലർന്ന ഒരു നെടുവീർപ്പിട്ടു. He was holding himself up in some way, with the risky flapping of a senile vulture. ഒരു വൃദ്ധ കഴുകൻ്റെതുപോലെയുള്ള അപകടകരമായ ചിറകടിയോടെ അവൻ എങ്ങനെയോ പറന്നു. സീനായൽ എന്നാൽ പ്രായാധിക്യം കൊണ്ട് മനസ്സും ശരീരവും തളർന്ന എന്നാണർത്ഥം. She kept watching him even when she was through cutting the onions. ഉള്ളി മുറിച്ചിടാന് തുടങ്ങിയിട്ടും അവൾ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. She kept on watching until it was no longer possible for her to see him. അവൾക്കവനെ കാണാൻ കഴിയാതെയാവുന്നതുവരെ അവൾ നോക്കിക്കൊണ്ടിരുന്നു. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. ഇനിയൊരിക്കലും അവൻ അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമാവില്ല. മറിച്ച് കടലിന്റെയപ്പുറം ചക്രവാളത്തിലെ ഒരു സാങ്കൽപ്പിക ബിന്ദുവായി മാറിയിരുന്നു ആ മാലാഖ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.